മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ലക്നൌവിൽ നിന്ന് പുറത്തുവരുന്നത്. സ്കൂളിന്റെ വിജയത്തിനായി 2ാം ക്ലാസ്സുകാരനെ സ്വകാര്യ സ്കൂൾ അധികൃതർ ബലി നൽകിയെന്നൊരു പരാതിയാണ് ആദ്യം ഉയർന്നു വന്നത്. ഉത്തർപ്രദേശിലെ ഹത്രാസിലാണ് സംഭവം. രാസ്ഗാവനിലെ DL പബ്ലിക് സ്കൂൾ ഹോസ്റ്റൽ വിദ്യാർത്ഥിയായ ഒരു കുട്ടിയാണ് കൊല്ലപ്പെട്ടത്. 2 വയസ്സായിരുന്നു. സംഭവത്തിൽ സ്കൂൾ ഡയറക്ടർ ദിനേശ് ബാഗേലിന്റെ പിതാവ്, 3 അധ്യാപകർ എന്നിവരുൾപ്പെടെ 5 പേരെ പോലീസ് എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാഗേലിന്റെ പിതാവ് ആഭിചാരക്രിയകളിൽ വിശ്വസിച്ചിരുന്നതായാണ് പോലീസ് പറയുന്നത്. കുട്ടിയെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിറക്കിയ പ്രതികൾ സ്കൂളിലെ കുഴൽക്കിണറിന് സമീപത്ത് വെച്ച് കൊലപ്പെടുത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. എന്നാൽ ഭയന്ന് കുട്ടി കരയാൻ തുടങ്ങി. സംഘം കുട്ടിയെ കഴുത്തുഞെരിച്ച് പിന്നീട് കൊലപ്പെടുത്തുകയായിരുന്നു. ഇത്തരം ഹീനമായ കൃത്യങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു? അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാത്തതാണോ കാരണം? സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്തുമാത്രം മനസാക്ഷിയില്ലായ്മയാണ് ഇവർ കാണിച്ചു വെക്കുന്നത്? എന്തിനാണ് ഇവർ പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത്? പോലീസ് അരിച്ചുപെറുക്കി നടത്തിയ അന്വേഷണത്തിൽ മന്ത്രവാദ ക്രിയകൾക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ സ്കൂൾ പരിസരത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 6-ന് സമാനമായ രീതിയിൽ പ്രതികൾ മറ്റൊരു കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും നിർഭാഗ്യവശാൽ പരാജയപ്പെടുകയായിരുന്നു. ആരുടെ നിർഭാഗ്യം? ആ കുട്ടിയുടെ ഭാഗ്യം. സംഭവത്തിൽ കുട്ടിയുടെ അച്ഛൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് മകന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുന്നതായി കോൾ വന്നിരുന്നുവെന്നും സ്കൂളിലെത്തിയപ്പോൾ കുട്ടിയെ ബാഗേൽ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണെന്നുമാണ് പിതാവ് പോലീസിനോട് അറിയിച്ചത്. പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ബാഗേലിന്റെ കാറിൽ നിന്നും മൃതദേഹം പോലീസ് കണ്ടെടുത്തത്. മന്ത്രവാദക്രിയയ്ക്ക് വേണ്ടി കൊണ്ടുപോയ കുട്ടിയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം അതൊരു സാധാ മരണമാക്കി മാറ്റാനുള്ള ബാഗേലിന്റെ ശ്രമമാണ് പൊളിഞ്ഞത്. എന്തുതന്നെയായാലും ശരി, ഇത്രമാത്രം ഹീനമായ കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പും നരബലിയുടെയും മന്ത്രവാദത്തിന്റെയും മനുഷ്യക്കുരുതിയുടെയും കഥകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നായി കേട്ടിരുന്നു. ഇതിനൊരു അവസാനമില്ലേ? എന്തായാലും പ്രതികൾക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പിടികൂടിയതുകൊണ്ട് കനത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇത്തരം കുറ്റകൃത്യങ്ങൾ ലോകത്ത് സംഭവിക്കാതിരിക്കട്ടെ.